മക്കളെ, നീറ്റ് എക്സാം എഴുതിയതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ അന്ന് തന്നെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അതായത് സാർ ആ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ അതിന്റെ പ്രൊജക്റ്റഡ് സ്കോർ അല്ലെങ്കിൽ കട്ട് ഓഫ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധേഡാവേണ്ടതില്ല, മറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും കുറേ സംശയങ്ങൾ ഇപ്പോഴും വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള എക്സാമുകളുടെ ഒരു ഔട്ട്ലൈൻ തരാമെന്ന് കൂടി വിചാരിച്ചത്. ഓക്കെ, ഇനി അതിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒന്നാണ് കട്ട് ഓഫ് എത്രയായിരിക്കും പ്രാസ കട്ട് ഓഫ്. ഈ കട്ട് ഓഫ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എലിജിബിലിറ്റി മാർക്ക് ആണെങ്കിൽ അത് ഒരുപാട് കുറവായിരിക്കും, ചെറിയ മാർക്കേ ഉണ്ടാകും. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ ഒരു കോളേജിൽ കിട്ടാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി മേലെയായിരിക്കും. ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് എലിജിബിൾ ടു അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയാണ് കട്ട് ഓഫ് എന്ന് പറയുക. അല്ലാതെ ഒരു MBBS കിട്ടാനുള്ള കട്ട് ഓഫ് എന്നൊക്കെ പറയണമെങ്കിൽ അലോട്ട്മെന്റ് തന്നെ നടക്കണം. പിന്നെ രണ്ടാമത്തെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് മാത്രമേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ കൂടെ എഴുതിയ കുട്ടികളുടെ മാർക്ക് എത്രയാണെന്നോ അല്ലെങ്കിൽ അവർക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റിയെന്നോ ഒന്നും നമുക്ക് ധാരണയില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു തെറ്റിദ്ധാരണയാണ്, കഴിഞ്ഞ വർഷം 620 ഈ കോഴ്സ് കിട്ടി അല്ലെങ്കിൽ ഈ കോളേജ് കിട്ടി, അപ്പൊ ഈ വർഷവും 620 അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആ 620 കിട്ടിയ സീറ്റ് ഇപ്രാവശ്യം ചിലപ്പോൾ 520 കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ 680 കിട്ടുക. അത് ഒരു വർഷത്തെ മാർക്ക് അല്ല നമ്മളോട് നോക്കുക, റാങ്ക് ആണ് നോക്കുക. അപ്പൊ ഒരു സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ റാങ്ക് ആണ് വരേണ്ടത്, മാർക്ക് അല്ല. ഓക്കെ, അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു മാർക്ക് കിട്ടിയാൽ ആ മാർക്ക് സേഫ് ആണോ എന്ന് പറയണമെങ്കിൽ എഴുതിയ ഏകദേശം 22,80,000 കുട്ടികളാണ് ഈ വർഷം എഴുതിയത് ഓൾ ഇന്ത്യ ലെവലില്. അപ്പൊ അതില് ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് നമ്മുടെ മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ പ്രശ്നം. ഓക്കെ, അതുകൊണ്ട് മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കൂ. പക്ഷെ അതിന്റെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ അതിൽ എത്ര കോഴ്സ് കിട്ടും അല്ലെങ്കിൽ ഏത് കോഴ്സ് കിട്ടും എന്നുള്ളത് പറയണമെങ്കിൽ റാങ്ക് തന്നെ വരണം. പിന്നെ ഒരുപാട് ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, ഏകദേശം ഇത് ആയിരിക്കാം ഇതായിരിക്കാം. അപ്പൊ അതില് ബേസിക്കലി നമ്മളതിൽ ഒരു പ്രൊജക്റ്റഡ് സ്കോർ എല്ലാവരും ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴും നമ്മളത് ആരുടെയും ഷെയർ ചെയ്ത് തരാത്തതിന്റെ റീസൺ ഈ പറഞ്ഞ മാർക്കുകളിൽ കിട്ടണമെന്നും നിർബന്ധമില്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയ 720 ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു കോളേജ് കിട്ടും. അപ്പൊ ഈ 720 കിട്ടിയ കുട്ടിക്കും 500 കിട്ടിയ കുട്ടിക്കും 300 കിട്ടിയ കുട്ടിക്കൊന്നും നിലവിൽ ഇന്ന് അല്ലെങ്കിൽ ഈ റിസൾട്ട് വരുന്നത് വരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള കുട്ടിക്കും സീറ്റ് കിട്ടുമെന്ന് സാധ്യതയുള്ള കുട്ടിക്കും അല്ലെങ്കിൽ സംശയമുള്ള കുട്ടിക്കും ഒന്നും ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതില്ല. കാരണം ആ സ്റ്റെപ്പ് എടുക്കാനുള്ളത് ഈ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ്. ഓക്കെ, അത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. ഇനി നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം 2 ഓപ്ഷനാണ്. ഒന്ന്, പ്രിപ്പയർ ഫോർ നെക്സ്റ്റ് എക്സാംസ്, ബാക്കിയുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ആൻഡ് വെയിറ്റ് ഫോർ ദ നീറ്റ് റിസൾട്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്യുക. 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ വരാൻ പോകുന്ന എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തേത്, റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. ഈ വരാൻ പോകുന്ന എക്സാം JEE അഡ്വാൻസ്ഡ് വരാനുണ്ട്, CUET വരാനുണ്ട്, അതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസായി, കുസാറ്റ് വരാനുണ്ട്, ഐസർ വരാനുണ്ട്, നെസ്റ്റ് വരാനുണ്ട്, ഐഷ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വരാനുണ്ട്, എയിംസിന്റെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ വരാനുണ്ട്. ഇതിന്റെയൊക്കെ എക്സാം വരാനുണ്ട്. അതിൽ ഈ ഐഷും എയിംസും ഒക്കെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, അവർക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അത് നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാവുന്നതും എഴുതാവുന്നതുമായ എക്സാമുകളുടെ ഒരു ലിസ്റ്റാണ് എക്സെട്ര. ഇങ്ങനെയുള്ള കുറെ എക്സാമുകൾ എഴുതാനുണ്ട്, ചിലത് ഇനി വരാനുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക, അതിനുവേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുക. അതവിടെ നിൽക്കട്ടെ നീറ്റിൻ്റെത്. ഇനി നീറ്റിന്റെ റിസൾട്ട് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴും എന്താണ്, ആദ്യം ഒരു പ്രൊവിഷണൽ കീ വരും. അതിൽ അതുപോലെ നിങ്ങളുടെ OMR നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കിട്ടും. അപ്പൊ ഈ കീയിലോ OMRലോ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള സമയം തരും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരിക. നിങ്ങളുടെ ഫൈനൽ കീയും റിസൾട്ടും സാധാരണഗതിയിൽ ഒന്നിച്ചാണ് വരിക. ഈ റിസൾട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ റാങ്ക് ഡിക്ലെയർ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഈ റാങ്ക് വന്നാൽ, ഇപ്പൊ ഓൾ ഇന്ത്യ റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറെക്കുറെ ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ, ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാവും. അതിനുശേഷം ഓൾ ഇന്ത്യ റാങ്ക് വന്നതിന് ശേഷം പിന്നീട് കുറേയും കൂടി കഴിഞ്ഞിട്ടാണ് സ്റ്റേറ്റ് റാങ്ക് പബ്ലിഷ് ചെയ്യുക. അപ്പോഴാണ് കേരളത്തിൽ ഏത് കോളേജിലാണ് കിട്ടാൻ സാധ്യത എന്ന് മനസ്സിലാവും. അപ്പൊ ഈ 2 റാങ്കുകൾക്ക് വേണ്ടി ഓൾ ഇന്ത്യ റാങ്കും സ്റ്റേറ്റ് റാങ്കും വന്നാലാണ്. ഇനി മാത്രമല്ല, ഈ സ്റ്റേറ്റ് റാങ്കിൽ തന്നെ കാറ്റഗറി റാങ്കുകൾ വരാനുണ്ട്. ഈ കാറ്റഗറി റാങ്കുകൾ വന്നാൽ അതിന്റെ ബാക്കി പറയാൻ പറ്റും. അപ്പോ ഇതൊക്കെ നമ്മൾ ആ സമയാസമയങ്ങളിൽ നിങ്ങളോട് അറിയിക്കും. അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലും ഒക്കെ ഇടും. ഇപ്പോ മാർക്ക് ഡീറ്റെയിൽ അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ഇപ്പൊ ഇടാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഡേറ്റ ഒക്കെ വരണം. അപ്പൊ അത് കുറച്ചുകൂടി ക്ലിയർ ആയി നമുക്ക് കിട്ടുക ഈ അലോട്ട്മെന്റിനോട് അടുത്താണ്. അപ്പൊ അത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. ബാക്കി കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ബാക്കി എക്സാമുകൾക്ക് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അത് അതിന്റെ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആലോചിച്ചാൽ മതി, വെറുതെ നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. ഓക്കെ, ഇനി റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി. റിസൾട്ട് വന്നതിന് ശേഷം എന്താണ്, നിങ്ങൾക്ക് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം നീറ്റിന്റെ റിസൾട്ട് ഉപയോഗിച്ച്. ഇതിലൂടെയാണ് നിങ്ങളുടെ MBBS, അതേപോലെ ഓൾ ഇന്ത്യയിലെ BDS, ഓൾ ഇന്ത്യയിലെ ചില കോളേജുകളിലെ നഴ്സിംഗ്,
അപ്പോൾ MBBS-ഉം BDS-ഉം നഴ്സിംഗും ഒക്കെ ചില കോളേജുകളിൽ, അതായത് എല്ലാ ഓൾ ഇന്ത്യ കോളേജുകൾ അല്ലെങ്കിൽ എല്ലാ കോളേജുകളുടെയും 15% MBBS, BDS, പിന്നെ ചില കോളേജുകളിലെ നഴ്സിംഗ്, ഇത്രയും ഈ MCC വഴിയാണ്. പിന്നുള്ളത് ആയുഷ് കൗൺസിലിംഗ് AICCC എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ പോലുള്ള ആയുഷ് കോഴ്സസ് ഓൾ ഇന്ത്യ തലത്തിൽ അലോട്ട്മെന്റ് നടക്കുക. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആണ്, ആയുഷിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആണ്. പിന്നെ ഓൾ ഇന്ത്യ വെറ്റിനറി, ഇതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആണ് വെറ്റിനറി കോഴ്സുകൾക്ക്. അതേപോലെ ജിപ്മറിലെ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ്, നഴ്സിംഗും അലൈഡ് ഹെൽത്ത് സയൻസും നീറ്റിന്റെ റാങ്ക് ആണ്. മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ നഴ്സിംഗ് സെപ്പറേറ്റ് ഈ നീറ്റിന്റെ റാങ്ക് അനുസരിച്ച് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് തന്നെയാണ്. അതേപോലെ സ്റ്റേറ്റിലെ MBBS തുടങ്ങി, MBBS മാത്രമല്ല MBBS തുടങ്ങി 12ഓളം കോഴ്സുകൾ MBBS ഉണ്ട്. അതേപോലെ BDS ഉണ്ട്, ആയുർവേദമുണ്ട്, സിദ്ധ, ഹോമിയോ, യുനാനി, വെറ്റിനറി, പിന്നെ BSc ബയോടെക്നോളജി, അതേപോലെ കോർപ്പറേഷൻ സയൻസ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കൺട്രോൾ, അഗ്രികൾച്ചർ, ഫിഷറീസ് പോലുള്ള 12ഓളം കോഴ്സുകൾ സ്റ്റേറ്റിൽ വരാനുണ്ട്. അപ്പൊ ഇതൊക്കെ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഈ നീറ്റിന്റെ റാങ്ക് വന്നതുകൊണ്ട് കാര്യമില്ല. റാങ്ക് വന്നതിന് ശേഷം നിങ്ങൾ ഇതിൽ ഓരോ സൈറ്റുകളിലും സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. ഈ റാങ്ക് ഉപയോഗിച്ച് MCCയിൽ രജിസ്റ്റർ ചെയ്യാം, ആയുഷിൽ രജിസ്റ്റർ ചെയ്യാം, VCIയിൽ വെറ്റിനറിയിൽ രജിസ്റ്റർ ചെയ്യാം, ജിപ്മറിൽ രജിസ്റ്റർ ചെയ്യാം, MNSൽ രജിസ്റ്റർ ചെയ്യാം, സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യാം. ഇതൊക്കെ ചെയ്താൽ സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്താലേ നിങ്ങൾ സ്റ്റേറ്റിൽ പരിഗണിക്കൂ, MNS രജിസ്റ്റർ ചെയ്താലേ MNSൽ പരിഗണിക്കൂ. ഇങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുകയും വേണം. കോമൺ ആയിട്ടുള്ള രജിസ്ട്രേഷൻ അല്ല. MCC വഴി MBBS-ഉം BDS-ഉം ചില നഴ്സിംഗേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ഓരോന്നിലും രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇതിലൊക്കെ ഓരോ രജിസ്ട്രേഷൻ വരുമ്പോഴും നിങ്ങളെ സമയാസമയത്ത് അറിയിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരുപാട് ഡൗട്ടുകൾ ഈ വീഡിയോയുടെ താഴെയും അതുപോലെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ വാട്സപ്പുമായിട്ടൊക്കെ വന്നുകൊണ്ട് ഞാൻ കോമൺ ആയിട്ടൊരു റിപ്ലൈ ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റാങ്ക് എത്രയും ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കോർ എത്രയും ആയിക്കോട്ടെ, അത് വരുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ പിന്നാലെ ഇപ്പൊ പോവേണ്ടതില്ല. ഇപ്പൊ ബാക്കി എക്സാമുകൾക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സീരിയസ് ആയി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബാക്കി അപ്ഡേറ്റുകൾ തരാം. ഞാൻ ഇതിന്റെ ഈ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റുകൾ പീരിയോഡിക്കലി കമ്മ്യൂണിറ്റിയിൽ വരും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.